ഹായ് എല്ലാവർക്കും യുവസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് തീർച്ചയായിട്ടും ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾ തമിഴ്നാട്ടിലൊക്കെ കണ്ടതുപോലെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ഷുഗർ ഉണ്ടാകാറുണ്ട്. എല്ലാവർക്കും ഉണ്ടാകാറില്ല, ചിലർക്കും ഉണ്ടാകാറുണ്ട്. എനിക്കുണ്ടായി. അപ്പം ഈ ഒരു ഷുഗറിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്ക് പ്രഗ്നൻസി നോർമലായിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. എനിക്ക് വിഷയത്തെപ്പറ്റി ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ല. എന്താ മെഡിക്കൽ പരമായിട്ട് ഇതിൻ്റെ റീസൺ എന്താണ് കാര്യങ്ങളൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. പക്ഷെ എനിക്ക് ഡോക്ടർ പറഞ്ഞു തന്നതായ കാര്യങ്ങളറിയാം. ഡോക്ടർ അതിന് വഴി എന്തൊക്കെ പറഞ്ഞു തന്നു, പിന്നെ നമ്മുടെ മുതിർന്നവർക്ക് നമുക്ക് പറഞ്ഞു തന്ന കാര്യങ്ങൾ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്മുടെ ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ ഫോളോ ചെയ്താൽ തീർച്ചയായിട്ടും നമുക്കൊരു നല്ല റിസൾട്ട് ഉണ്ടാകാം. അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി സമയത്ത് ഷുഗറിൻ്റെ അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻ്റായ ആൾക്കാരെ പറ്റി എങ്ങനെ നമുക്കിത് കുറയ്ക്കാം എന്നതിനെ പറ്റിയുമാണ് പറയുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ പ്രഗ്നൻസി ഫസ്റ്റ് ടൈം മുതലേ എനിക്ക് കൂടുതലും കഴിക്കാൻ ആഗ്രഹം ചോറും കറികളുമായിരുന്നു. ബാക്കിയുള്ളതൊക്കെ കഴിയുന്നതിനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ചോറ് കഴിക്കാനായിരുന്നു ആഗ്രഹം. അപ്പം 3-ാം മാസം ഞാൻ ഡോക്ടറെ കണ്ട സമയത്ത് ഡോക്ടർ ഡയറ്റീഷ്യനെ നമുക്കപ്പോൾ കാണാനായിട്ട് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ ഡയറ്റീഷ്യനെ കണ്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞത്, ഇങ്ങനെ ചോറ് തന്നെ കഴിക്കാതെ നിനക്ക് 9-ാം മാസം ആകുന്നതിന് മുമ്പ് ഷുഗർ വരും, തീർച്ചയായിട്ടും വരും. ഞാൻ എങ്ങനെയാണ് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കും എപ്പോഴും എനിക്ക് വിശക്കുന്ന തോന്നി എനിക്ക് വേറെ ഒന്നും കഴിക്കാൻ തോന്നിയിട്ടില്ല. എനിക്ക് ചോറും കറികളുമായിരുന്നു കഴിക്കാൻ തോന്നി. അപ്പം ഡോക്ടർ എന്നോട് ചോദിച്ചു, നീ എന്തൊക്കെ കഴിക്കും? അപ്പം ഞാൻ എന്താണ്, ചോറ്, രാവിലെ ചോറ്, ഉച്ചയ്ക്ക് ചോറ്, വൈകിട്ട് ചോറ്, അതിന് കറികൾ എന്തൊക്കെ എടുക്കുക? സാധാരണ നമ്മൾ വീട്ടിൽ വെക്കുന്ന കറികളൊക്കെ എങ്ങനെ എടുക്കുന്നതെന്ന് പറയും. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഷുഗർ ഉണ്ടായാൽ അത് പ്രഗ്നൻസി സമയത്ത് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇത് കൺട്രോൾ ചെയ്യണം, ചോറ് കുറയ്ക്കണം, രാവിലെ വേറെ ടിഫൻ കഴിക്കണം, ഉച്ചയ്ക്ക് മാത്രം കുറച്ച് ചോറ് എടുക്കുക, വൈകിട്ട് വേറെ ഗോതമ്പ് അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. 3-ാം മാസത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഇപ്പം മുതലേ ശ്രദ്ധിച്ചാലേ അപ്പോഴ് നമുക്ക് എന്താണ് നോർമലായിട്ട് ഇരിക്കാൻ പറ്റും, അല്ലെങ്കിൽ ഷുഗർ വരും എന്ന് തീർച്ചയായിട്ടും വരും. ഇങ്ങനെ പോയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഷുഗർ വരുമെന്ന് ഡോക്ടർ എന്നോട് പറഞ്ഞു. പക്ഷേ എങ്കിലും ആദ്യത്തെ 2-3 ദിവസമൊക്കെ ഞാനത് അനുസരിച്ചു, കറക്റ്റ് ഡയറ്റിലൊക്കെ പോയി. പക്ഷേ എനിക്ക് പിന്നെയും എന്താണ് ഇതൊന്നും കഴിച്ചാൽ എനിക്ക് തൃപ്തിയേ ആകുന്നില്ല, എനിക്ക് ചോറ് തന്നെ കഴിക്കണം. അങ്ങനെ പിന്നെ ഞാൻ ചോറ് 3 നേരം 4 നേരമൊക്കെ ചോറ് തന്നെ കഴിക്കാൻ തുടങ്ങി. എന്താണ് 5-ാം മാസം പിന്നെ ഷുഗർ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഷുഗർ കൂടിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഗ്ലൂക്കോസ് ടെസ്റ്റിൻ്റെ സമയത്ത് ഷുഗർ കൂടിയിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ വീതം വെച്ച് നമ്മുടെ ലാബിൽ അവർ ബ്ലഡ് എടുത്ത് നോക്കി, ബ്ലഡ് യൂറിനും ഒക്കെ നോക്കി. ആദ്യമേ നമ്മുടെ ഫാസ്റ്റിങ്ങിൽ എനിക്ക് 81 ഉണ്ടായിരുന്നു. അവസാനം 2 മണിക്കൂറായപ്പം നോക്കിയ സമയത്ത് ഗ്ലൂക്കോസ് കഴിച്ച് കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പോൾ എനിക്ക് 153 ഷുഗർ ഉണ്ടായിരുന്നു. അത്രയും ഷുഗർ ഉണ്ടായിരുന്നു. അത് ഡോക്ടറെ കാണിച്ചപ്പോൾ കൂടുതലാണ് പറഞ്ഞു. ഇങ്ങനെ പോയാൽ നമുക്കെന്താണ് ഇത് ഡയറ്റ് ചെയ്ത് നമുക്കിത് കുറയ്ക്കാൻ പറ്റും. ആദ്യമേ കുട്ടിയൊന്ന് ഡയറ്റ് ചെയ്യുക, എന്നിട്ട് 2 ആഴ്ച ഡയറ്റ് ചെയ്തിട്ട് ബ്ലഡ് എടുത്തിട്ട് നോക്കാം. ഇല്ലാതെ വെച്ചാൽ എന്നിട്ട് കുറഞ്ഞില്ല വെച്ചാൽ നമുക്ക് മെഡിസിൻ എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ എനിക്കിത് കേട്ടപ്പോൾ വലിയ വിഷമമൊക്കെ ആയി. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ എന്ത് ചെയ്യും എന്നൊരു ചെറിയൊരു പേടി വിഷമമൊക്കെ ഉണ്ടായി. അപ്പോൾ എൻ്റെ അമ്മയോടും ഇവിടെയുള്ളവരോടൊക്കെ ചോദിച്ചു എന്ത് ചെയ്യണം. അപ്പം ഞാൻ ആഹാരം നിയന്ത്രിക്കാമെന്ന് തന്നെ പറഞ്ഞത്. കുഴപ്പമൊന്നുമില്ല, ടെൻഷൻ അടിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു. അപ്പം ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് എന്താണ് ഡയറ്റിങ് കാര്യങ്ങളൊക്കെയാണ്. ഞാൻ ഡോക്ടർ ചോദിച്ചു എന്തൊക്കെ കഴിക്കണം എനിക്കറിയത്തില്ല. അപ്പം ഡോക്ടർ പറഞ്ഞു രാവിലെ ടിഫൻ കഴിക്കുക, പുളിപ്പിച്ച ആഹാരം നമ്മുടെ രാവിലത്തെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. അതിൻ്റെ കൂടെ കടല, പട്ടാണി, അങ്ങനെയുള്ള വെള്ളക്കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കഴിക്കുക. ചമ്മന്തി എന്ത് കറി വേണമെങ്കിലും ഉപയോഗിക്കുക പറഞ്ഞു. രാവിലെ ടിഫൻ കഴിക്കുക പറഞ്ഞു. പിന്നെ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ കൂട്ടത്തിൽ ആപ്പിൾ കഴിക്കുക, ഓറഞ്ച് കഴിക്കുക, പേരയ്ക്ക കഴിക്കുക. 3 ഫ്രൂട്ട്സാണ് ഡോക്ടർ എനിക്ക് പറഞ്ഞത്. 3 കഴിക്കുക. പിന്നെ ഫ്രൂട്ട്സൊക്കെ എപ്പോൾ വേണമെങ്കിലും കഴിക്കുക. പിന്നീട് ഉച്ചയ്ക്ക് നമ്മൾ ചോറിൻ്റെ കൂടെ ഇലക്കറികൾ, സാമ്പാർ, അവിയൽ അങ്ങനെയുള്ളതായ പച്ചക്കറികൾ ധാരാളം ഉൾപ്പെടുത്തിയിട്ട് ചോറ് കഴിക്കുക. മീനൊക്കെ ഉൾപ്പെടുത്താൻ പറഞ്ഞു. വലിയ മീനല്ല, നമ്മുടെ മത്തി, അയല, നത്തിൾ എന്നൊക്കെ പറഞ്ഞ മീനുകൾ, ചെറിയ മീനുകളൊക്കെ ധാരാളം വറുത്ത് കഴിക്കേണ്ട, കറി വെച്ചിട്ട് കഴിക്കാൻ പറഞ്ഞു.
പിന്നീട് എന്താണ് നമ്മൾ 4 മണിക്കൊക്കെ ചായയോടെ സ്നാക്സ് കഴിക്കുമ്പം ബേക്കറി ഐറ്റംസൊക്കെ നന്നായിട്ട് ഒഴിവാക്കി നമ്മൾ വീട്ടിൽ തന്നെ ഓരോന്നും ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതായത് നമ്മൾ ആവിയിൽ വേവിക്കുന്ന പലഹാരങ്ങളില്ലേ, അതൊക്കെ ഉൾപ്പെടുത്തുക. മധുരമൊക്കെ കുറച്ചിട്ട് അതൊക്കെ ഉൾപ്പെടുത്തുക പറഞ്ഞു. അവലൊക്കെ നനച്ച് കഴിക്കാനൊക്കെ പറഞ്ഞു. പിന്നെ വൈകിട്ട് നമ്മൾ ചപ്പാത്തി 2 ചപ്പാത്തി കഴിച്ചാൽ മതി പറഞ്ഞു. 2 ചപ്പാത്തി കഴിക്കുക, അതിൻ്റെ കൂടെ എന്തെങ്കിലും കറികൾ ഉപയോഗിക്കുക പറഞ്ഞു. പിന്നെ ഇതൊക്കെയാണ് എനിക്ക് ഡോക്ടർ ഡയറ്റിന് വേണ്ടി പറഞ്ഞു തന്ന കാര്യങ്ങൾ. പക്ഷേ നമ്മുടെ സാഹചര്യം നമുക്ക് ഇങ്ങനെ തന്നെ മുമ്പോട്ട് ഈ ഡോക്ടർ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്ക് ഡയറ്റ് കൺട്രോളൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ചില സമയത്ത് നമുക്ക് ടിഫിനൊന്നും ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ട്. വൈകിട്ടും അതുപോലെ തന്നെ നമുക്ക് ഡിന്നർക്ക് എല്ലാ ദിവസവും ചപ്പാത്തി തന്നെ ഉണ്ടാക്കി കഴിക്കാനൊന്നും നമുക്ക് പറ്റിയില്ല. അപ്പം പിന്നെ ഞാൻ കൂടുതലും വൈകിട്ട് ചോറ് ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. ഓരോന്ന് ഉണ്ടാക്കാൻ സത്യത്തിൽ എനിക്ക് മടിയാണ് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുക. പിന്നെ ചോറ് ഉണ്ടല്ലോ പറഞ്ഞിട്ട് ചോറ് കഴിക്കാനൊരാഗ്രഹം ഉള്ളത് 3 നേരം ചോറ് കഴിച്ചതായ ദിവസങ്ങളും ഉണ്ട്. പക്ഷേ പിന്നെ എന്താണ്, അപ്പം നമുക്ക് ഈ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട് എല്ലാവർക്കും ഇപ്പം നമുക്ക് ഈ ഡോക്ടർ പറഞ്ഞു തന്നതുപോലെ ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം എന്ന് ചോദിച്ചാൽ എല്ലാവരുടെ സാഹചര്യം വളരെ ബുദ്ധിമുട്ടാണ്. ചിലർക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റാണ്ടാകും, ചിലർക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട് ആരും ഉണ്ടാകില്ല, ചിലർക്ക് ശാരീരികമായ അസ്വസ്ഥതകളൊക്കെ കാരണം ഒരു ആഹാരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ 3 നേരം കഴിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്കും ഷുഗർ കുറയാനായിട്ട് എൻ്റെ അമ്മ എനിക്കൊരു മരുന്ന് പറഞ്ഞു തന്നായിരുന്നു. അമ്മ ഒരു നാട്ടു ചികിത്സയൊക്കെ ചെയ്യുന്ന ആളാണ്. അമ്മയ്ക്ക് ചെവിക്കകത്ത് പഴുപ്പൊക്കെ വരുമ്പോൾ മരുന്ന് ഒഴിക്കാനും കൊടിഞ്ഞിക്കൊക്കെ മരുന്ന് ചെയ്യാനറിയാം. അതുപോലെ മാറാത്ത മുറിവിനൊക്കെ മരുന്ന് ചെയ്യാനറിയാം. അങ്ങനെ കുറച്ച് നാട്ടു ചികിത്സകളൊക്കെ അമ്മയ്ക്കറിയാം. അപ്പോൾ അങ്ങനെ അമ്മ എനിക്കപ്പം ഒരു മരുന്ന് പറഞ്ഞു തന്നു. ഒരു ആഹാരം കഴിച്ചാൽ മതി, ഷുഗർ നമ്മുടെ കുറയുമെന്ന് അമ്മ എനിക്ക് പറഞ്ഞു തന്നു. മത്തൻ എന്ന് പറയുന്ന ഒരു സാധനം നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തിയാൽ നമുക്ക് ഷുഗർ കുറയും എന്ന് അമ്മയാണ് എനിക്ക് പറഞ്ഞു തന്നത്. മത്തൻ എങ്ങനെ കഴിക്കണമെന്ന് ചോദിച്ചാൽ മത്തൻ്റെ ഏറ്റവും നല്ല ഗുണം എന്ന് പറയുന്നത് അതിൻ്റെ ഇലയാണ്. ഇല തോരൻ വെച്ച് കഴിക്കുന്ന, അല്ലെ ഇല പറ്റിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതിനകത്ത് നമ്മൾ ഇല പറ്റിക്കുക, തോരൻ വയ്ക്കുക പറിച്ചാൽ തേങ്ങയൊക്കെ അധികം ഇട്ടിട്ടില്ല, വെളിച്ചെണ്ണയൊന്നും അധികം ഒഴിക്കാണ്ട് നന്നായിട്ട് അരിഞ്ഞിട്ട് അതിൽ ഒരു മുളക്, നമുക്കൊരാൾക്ക് വേണ്ടി മാത്രം മതിയല്ലോ, ഒരു മുളക് ഇടുക. എന്നിട്ട് 2-3 ചുമന്നുള്ളി അത് ചതച്ചിടുക. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പിട്ടാൽ മതി, ഒരുപാട് ഉപ്പ് വേണ്ട, കുറച്ച് ഉപ്പിടുക. എന്നിട്ട് അത് വെള്ളം ഒഴിച്ച് പറ്റിക്കുക. എന്നിട്ട് അവസാനം ഒത്തിരിയും വെളിച്ചെണ്ണ ഒഴിച്ച് എടുക്കുക. അത്രയും മതി. അല്ലാതെ അതിനകത്ത് വേറെ ചേരുവകളൊന്നും ചേർക്കേണ്ട കാര്യമില്ല. ഇവർ മരുന്നായിട്ട് ഉപയോഗിക്കുകയല്ലേ, അപ്പോൾ അതുകൊണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇവിടെയൊക്കെ അന്വേഷിച്ചു, എൻ്റെ ബന്ധുക്കളുടെയൊക്കെ വീട്ടിൽ അന്വേഷിച്ചു. പക്ഷേ ഇവിടെ ഒന്നും എന്താണ് പിന്നെ മത്തൻ്റെ ഇല കിട്ടാനില്ലായിരുന്നു. അപ്പം പിന്നെ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ മത്തൻ്റെ ഇല എങ്ങും കിട്ടാനില്ല, എന്ത് ചോദിച്ചപ്പോൾ മത്തൻ്റെ ഇല ഇല്ലെങ്കിലും കുഴപ്പമില്ല, മത്തങ്ങ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. മത്തങ്ങ കറിയൊക്കെ വെച്ച് കഴിക്കുമല്ലോ. സാധാരണ നമ്മൾ മത്തങ്ങ ഈ പാലക്കാടൊക്കെ മത്തങ്ങ വയ്ക്കുമ്പം അതിനകത്ത് പഞ്ചസാരയോ വെല്ലമോ എന്തെങ്കിലും ഇടും, അതിടാൻ പാടില്ല. അല്ലാണ്ട് സാധാരണ കറി വയ്ക്കുന്ന പോലെ നമുക്ക് മത്തൻ ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. പച്ചയ്ക്ക് കഴിക്കുന്നത് അതിലും നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ മഞ്ഞ കളറിലെ മത്തൻ്റെ തോല് കളഞ്ഞിട്ട് കറി വെച്ചൊക്കെ കഴിച്ചു. പച്ച കളറിലെ മത്തനുണ്ടല്ലോ, അത് എന്താണ് തോല് കളയാണ്ട് തന്നെയാണ് അത് ഉപയോഗിച്ചത്. പച്ചയ്ക്കൊന്നും ഞാൻ കഴിച്ചില്ല, കറി വെച്ചിട്ട് തന്നെ ചോറിൻ്റെ കൂടെ 3 നേരവും ചോറ് കഴിച്ച സമയത്തൊക്കെ എന്താണ് ഞാൻ ഈ മത്തങ്ങ കഴിക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. 2 ആഴ്ച ഡയറ്റിൽ കൂടുതലും ദിവസവും എനിക്ക് കറികൾ മത്തനായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കറിയായിട്ട് ഉപയോഗിച്ച് വന്നതാണ് പാവയ്ക്ക നന്നായിട്ട് കഴിച്ചു. പിന്നെ സാധാരണ നമ്മൾ വീട്ടിൽ വയ്ക്കുന്ന കറികളൊക്കെയാണ് കഴിച്ചത്. പിന്നെ ഡോക്ടർ ഒഴിവാക്കാൻ പറഞ്ഞതായ കുറച്ച് ഭക്ഷണങ്ങളുണ്ട്. നമ്മുടെ ഉരുളക്കിഴങ്ങ്, മധുരക്കിഴങ്ങ്, മാങ്ങ, പഴുത്ത മാങ്ങ, ഇതൊക്കെ ഒഴിവാക്കാൻ പറഞ്ഞു. കിഴങ്ങ് വർഗ്ഗങ്ങൾ ഒരുപാട് കഴിക്കണ്ട, പൂർണ്ണമായിട്ടും കഴിക്കാതിരിക്കുന്നതാണ് നല്ല. ഞാൻ ചോറ് കഴിച്ചു, പഞ്ചസാര ഇടാതെ എനിക്ക് ചായ കുടിക്കാൻ പറ്റില്ല, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പഞ്ചസാരയൊക്കെ ഇട്ട് തന്നെ ചായ കുടിച്ചതും ചോറൊന്നും ഒഴിവാക്കിയിട്ടൊന്നുമില്ല. പിന്നെ എന്താണ് വൈകിട്ട് ബ്രെഡ്, ചപ്പാത്തി എല്ലാ ദിവസവും അല്ല, 2-3 ദിവസമൊക്കെ അങ്ങനെ കഴിച്ചു. കൂടുതലും ചോറ് തന്നെയാണ് എല്ലാ ദിവസവും കഴിച്ചത്. എനിക്ക് ചോറിനെ അങ്ങോട്ട് വിട്ട് കളയാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഈ ചോറിൽ അമ്മ പറഞ്ഞു തന്നതായി ഈ കാര്യം കൂടെ ചേർത്തിട്ടാണ് കഴിച്ചത്. അപ്പം 2 ആഴ്ച കഴിഞ്ഞ് ഷുഗർ ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഷുഗർ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. 153 എന്നുള്ളതിൽ നിന്ന് എനിക്ക് കുറഞ്ഞത് 111 റിസൾട്ടാണിത്. ഇതാ 111 ഫാസ്റ്റിംഗ് ഷുഗർ 75
പിന്നെ കഴിച്ചു കഴിഞ്ഞിട്ടുള്ള ഷുഗർ 111 ആദ്യമേ എങ്ങനെയായിരുന്നു 81 ഫാസ്റ്റിംഗ് ഷുഗർ 81. ഭക്ഷണമൊക്കെ അല്ല ഗ്ലൂക്കോസൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ 153 ഉണ്ടായിരുന്നു. അപ്പം ഇതിന് നല്ല ഒരു വ്യത്യാസം, ഒരു കുറവ് എനിക്ക് ഇപ്പം രണ്ടാമത് ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഞാൻ അധികം ഡയറ്റ് ചെയ്തിട്ടില്ല. കാരണം ഞാൻ അങ്ങനെ ചെയ്തില്ല. ഇവിടെയൊക്കെ ഉള്ളത് തന്നെ കഴിച്ചു. വേറെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി അങ്ങനെ ബ്രെഡൊക്കെ ഉണ്ടാക്കി കഴിച്ചെന്നല്ലാതെ, ബ്രെഡൊക്കെ മേടിച്ചിട്ട് കഴിച്ചെന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിലുള്ളത് എല്ലാവരും കഴിക്കുന്നത് തന്നെയാണ് ഞാനും കഴിച്ചത്. ഈ വേറെ ഒന്നും വേണ്ടായിരുന്നു, വെച്ച് കഴിക്കാൻ വേറെ ഒന്നും വേണ്ടായിരുന്നു, അതുകൊണ്ട്. അപ്പം പിന്നെ എക്സ്ട്രാ ഞാൻ കഴിച്ച് ഡോക്ടർ പറഞ്ഞത് കൂടാതെ മത്തനാണ്, എനിക്ക് അമ്മ പറഞ്ഞു തന്നതായി മത്തനും കൂടാണ് കഴിച്ചത്. എനിക്ക് നല്ല മാറ്റം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. മത്തനൊന്ന് കഴിച്ചു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു എന്താണ് ഷുഗറൊക്കെ ഒന്ന് കൺട്രോളാകും. എനിക്ക് ഇതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അമ്മ ഇങ്ങനെ ഓരോ ചികിത്സ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, ഇതിൽ കുറയും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. കാരണം ഞാൻ ഡയറ്റൊന്നും ചെയ്തിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും പഞ്ചസാര ഇട്ട് തന്നെ ചായ കുടിച്ചതും. പക്ഷേ എനിക്കിത് കഴിച്ചപ്പോൾ നല്ല മാറ്റം ഉണ്ടായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഈ മത്തൻ്റെ ഇലയ്ക്ക് നല്ല വേറെ ഈ ഷുഗർ കൺട്രോൾ ചെയ്യാൻ വേണ്ടി മാത്രമല്ല, അല്ലാതെ നമ്മൾ വീടിയൊക്കെ വലിക്കുന്നവർക്ക് വീടിക്കറ കളയാനായിട്ടും, അതുപോലെ കരൾ രോഗത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആഹാരമാണ് മത്തൻ്റെ ഇല. അത് പറ്റിച്ച് മത്തനില കഴിക്കുന്നത് നല്ലതാണ്. ഇപ്പോൾ മത്തനില കഴിച്ചുകൊണ്ട് പ്രഗ്നൻസിയിൽ മത്തനില കഴിച്ചുകൊണ്ട് പറഞ്ഞ് യാതൊരു കുഴപ്പവും ആർക്കും ഉണ്ടാവില്ല. കാരണം നമ്മൾ പ്രഗ്നൻസിയിൽ ധാരാളം ഇലവർഗ്ഗങ്ങൾ കഴിക്കണം. അതുകൊണ്ട് ഈ മത്തനില കഴിച്ചു പറഞ്ഞിട്ട് ഒരു പറഞ്ഞിട്ട് എന്താണ് ആർക്കും ഒരു പ്രശ്നവും വരില്ല, അതിന് ഞാൻ ഗ്യാരണ്ടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കുറയുമെങ്കിൽ കുറയട്ടെ, നല്ല കാര്യമല്ലേ. അപ്പോൾ എനിക്കറിയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു തന്നു. നിങ്ങളെല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കണ്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കുക, നല്ല കെയർഫുള്ളായിട്ടിരിക്കുക. നല്ലൊരു കുഞ്ഞുവാവയ്ക്ക് എല്ലാവരും ജന്മം നൽകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. ഇപ്പം ഞാൻ 6th മന്ത് പ്രഗ്നൻ്റ് ആണ്, നടന്നുകൊണ്ടിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ആരോഗ്യത്തോടിരിക്കുന്നു. എല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പം നമുക്ക് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്കപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.